എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു ചായയുടെ മസാല പൗഡർ, അത് നോർത്ത് ഇന്ത്യൻ ആട്ടോ ആ മസാല പൗഡർ, ഞാനത് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആ മസാല പൗഡർ വെച്ചിട്ട് എങ്ങനെ ചായ ഉണ്ടാക്കണമെന്ന് കാണിക്കുക. ഞാൻ ചായ കുടിക്കാറില്ല, എങ്കിലും ഞാൻ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കിയത്. ഞാനപ്പോൾ ആ മസാലപ്പൊടി കോഫിയിലാണ്, ബ്ലാക്ക് കോഫിയിൽ രാവിലെ ഇട്ടിട്ടാണ് കഴിക്കാറ്. ഞാൻ മധുരം ഇല്ലാണ്ട് ഒരു കോഫി കുടിക്കും രാവിലെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിടും, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഫും കോൾഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് വച്ചിരിക്കുന്ന അളവ്, എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ചായ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഒരു ഗ്ലാസ്, അതായത് ഞാൻ നമ്മുടെ കട്ടിംഗ് ടീയുടെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. പാലിൻ്റെ കൊഴുപ്പനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടോ. നമ്മൾ കവർ പാലാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ സമം അളവിൽ എടുത്താൽ മതി. ഇത് കവർ പാലല്ല, ഞാൻ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന പാലാണ് മേടിക്കണേ. പക്ഷേ അതിനകത്ത് കുറച്ച് പാലത്ര അങ്ങോട്ട് കൊഴുപ്പുള്ളതല്ല, കവർ പാലിൻ്റെ അത്രയും കൊഴുപ്പുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് പാല്. ഇനി ഇത് തിളച്ച് വരുമ്പോഴാണ് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കാറ്. ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ചായപ്പൊടി ഇട്ടിട്ട് പാലൊഴിക്കാറുണ്ട്. ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ഉപയോഗിക്കുന്നത് കണ്ണൻദേവൻ്റെ ചായപ്പൊടിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണിത്. ഇപ്പോൾ ഇതിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തീർന്നിട്ടില്ല. എൻ്റെ ഇപ്പം ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ചായപ്പൊടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏത് ചായപ്പൊടി ഉപയോഗിക്കണേ എന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കണ്ണൻദേവൻ. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നവർക്ക് ഞാൻ ചായ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കണ്ണൻദേവൻ്റെ ചായപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കണേ. ആദ്യം ഞാൻ ഇവിടുത്തെ സൊസൈറ്റി ടീ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. സൊസൈറ്റി പറഞ്ഞിട്ട് ഒരു ബ്ലൂ പാക്കറ്റ് വരുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ കണ്ണൻദേവൻ ഒരു പ്രാവശ്യം കുടിച്ചവർ പിന്നെ സൊസൈറ്റി ചായയിലോട്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുടിച്ചിരുന്ന സമയത്താണ് ഈ ചായപ്പൊടി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് രാവിലെ ഇവിടെ ബ്ലാക്ക് ടീ കുടിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ചൈനീസ് ടീ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ടീ ആയിട്ട് കുടിക്കണവർക്ക് കൊടുക്കുന്നത്. അത് ഭയങ്കര ഹെൽത്തിയാണ്. ബ്ലാക്ക് ടീ ഗ്രീൻ ടീ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഞാൻ തിളപ്പിക്കും, ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ ആ ചായപ്പൊടിയുടെ കളർ മൊത്തം ഇതിനകത്തേക്ക് വന്നോളും. അപ്പോൾ നമ്മുടെ കടുപ്പ് അനുസരിച്ചിട്ട് തന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പഞ്ചസാര ഇടണവർ ഈ സമയത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, തിളച്ച് നമ്മൾ ഇറക്കണതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മുടെ മസാല പൗഡർ ചേർത്താൽ മതി. മസാല പൗഡർ ഇട്ടിട്ട് കുറേ നേരം തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ തിളച്ചു ആവശ്യത്തിന്. എനിക്കങ്ങനെ അതിൻ്റെ കണക്കൊന്നും പറയാൻ അറിയില്ല. എനിക്കത് ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കണത്. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാറുണ്ട് ചായ. ഇനി ഇതിനകത്തേക്ക് മസാല പൗഡർ ഞാനൊരു 3/4 ടീസ്പൂൺ മസാല പൗഡറാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. ചിലപ്പോൾ ചിലവർക്ക് ഇത്രയും വേണ്ടി വരില്ല, ചിലവർക്ക് ഇതിനേക്കാൾ കൂടുതലും വേണ്ടി വരും. പിന്നെ ഞാൻ കണ്ണൻദേവൻ സാധാരണ കണ്ണൻദേവൻ അല്ലാട്ടോ മേടിക്കണേ. കണ്ണൻദേവൻ സ്ട്രോങ് ആണ്. ഒരു റെഡ് കളറുള്ള കഥകളിയുടെ മുഖമുള്ളൊരു പാക്കറ്റാണ് വരണത് അതിൻ്റെ, അതാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചായ ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി മഹാരാഷ്ട്രയിലൊക്കെ കിട്ടുന്ന മസാല ടീ. അപ്പോൾ എല്ലാവരും ഈ പൗഡർ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ചായ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ടൈറ്റ് അടപ്പനുള്ള കുപ്പിയിൽ തന്നെ ഇത് അടച്ചു വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോവേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.